നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്ത് ജയിക്കാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ തന്നെയാണെന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തിരുവനന്തപുരത്ത് BJP സ്ഥാനാർത്ഥിയാണ് മുന്നിട്ട് നിൽക്കുന്നതെന്ന് തനിക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കടുത്ത മത്സരം ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയ മാർജിൻ ഒരുപാട് വലുതാകില്ലെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. രാജീവ് ചന്ദ്രശേഖർ ചിലപ്പോൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് പലരും എന്നോട് പറഞ്ഞു. തീരദേശത്ത് വോട്ടുകൾ കിട്ടാൻ സാധ്യതയുണ്ടെന്നും പറയുന്നു. ആ വോട്ട് കൂടി കിട്ടിയാൽ അദ്ദേഹം തീർച്ചയായും ജയിക്കും, വെള്ളാപ്പള്ളി പറഞ്ഞു. അവിടെ ആര് ജയിച്ചാലും ചെറിയൊരു മാർജിനെ മാത്രമേ ജയിക്കൂ എന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഇത്തവണ വോട്ടിംഗ് ട്രെൻഡ് രാജീവിന് അനുകൂലമാണെന്നും രാജീവ് ചന്ദ്രശേഖർ ജയിക്കുമെന്നും പറയാൻ കൃത്യമായ കാരണങ്ങൾ ഉണ്ടെന്നുമാണ് വിലയിരുത്തപ്പെടുന്നത്. അതിൽ പ്രധാനമായിരിക്കുന്നത് UDF ശക്തി കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്ന കുറഞ്ഞ വോട്ടിംഗ് ആണ്. കൂടാതെ തീരദേശ മേഖലയിലെ വോട്ടുകളും രാജീവിന് അനുകൂലമായി മറിഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ കുറഞ്ഞ പോളിംഗ് ശതമാനം കോൺഗ്രസിന്റേതാണെന്ന് കണക്കുകൂട്ടുന്നത്. ഉദാഹരണത്തിന് കോവളത്ത് BJPക്ക് കാര്യമായ വോട്ട് ബേസ് ഇല്ല. അവിടെ 7% വോട്ടുകളുടെ കുറവുണ്ട്. ഇത് തീർച്ചയായും കോൺഗ്രസിന്റെ വോട്ടുകൾ തന്നെയാണ്. അപ്പോൾ BJP വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്യപ്പെടുകയും കോൺഗ്രസ് വോട്ടുകൾ പോൾ ചെയ്യപ്പെടാതിരിക്കുകയും ന്യൂനപക്ഷ വോട്ടുകൾ ഭിന്നിച്ചു പോവുകയും ചെയ്തതോടെ രാജീവ് ചന്ദ്രശേഖർ നേട്ടം കൈവരിച്ചു എന്നാണ് പറയപ്പെടുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉടനീളം ശശി തരൂരിനെ മലർത്തിയടിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും മുന്നിട്ട് നിന്നത് രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. അതിനാൽ തന്നെ BJP അണികൾക്കിടയിൽ ശക്തമായ വിജയപ്രതീക്ഷ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതേസമയം ശശി തരൂരിന്റെ സ്ത്രീ വിഷയങ്ങളിലെ പല അനുചിത നടപടികളും പുറത്തു വന്നതും വ്യാജ ആരോപണം നടത്തിയതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ട് കുടഞ്ഞതും ഉൾപ്പെടെ വലിയ ക്ഷീണമായിരുന്നു ഇത്തവണ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തരൂരിന് സംഭവിച്ചത്. എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നാലും തന്റെ ശക്തി മേഖലയിൽ ശശി തരൂരിന് വോട്ട് ലഭിക്കും എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷയും വെള്ളത്തിലായി എന്ന് വ്യക്തമാക്കുന്ന വാർത്തയാണ് പോളിംഗ് ശതമാനത്തെക്കുറിച്ചുള്ള കണക്കുകളായി പുറത്തു വന്നിരിക്കുന്നത്. ഇതോടുകൂടി അനിവാര്യമായ തിരുവനന്തപുരത്തുകാർ അർഹിക്കുന്ന സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ ഉയർന്നു വരും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.